ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോൺത ചുഴലിക്കാറ്റ് ആന്ധ്രാതീരം തൊട്ടു. മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 110 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുവാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഒഡീഷ, ആന്ധ്ര, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ കനത്ത ജാഗ്രതയിലാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും രേണുക ചേരുകയാണ്. രേണുക, ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ അതിതീവ്രമായിട്ടുള്ളൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 25,000-ലധികം ആളുകളെ തീരത്ത് നിന്നും ഒഴിപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നിലവിൽ ആന്ധ്രയിലെ കാലാവസ്ഥ എങ്ങനെയാണ്? കൂടുതൽ വിശദാംശങ്ങൾ. തീർച്ചയായിട്ടും സിന്ധൂരി, കഴിഞ്ഞ ദിവസം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഈ വർഷത്തെ ഏറ്റവും തീവ്രതയേറിയിട്ടുള്ള ചുഴലിക്കാറ്റായിട്ടുള്ള മോൺത ആന്ധ്രാപ്രദേശ് തീരം തൊട്ടു എന്നുള്ള വാർത്തകളാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിടുന്നത്. ആന്ധ്രാപ്രദേശിൻ്റെ തീരപ്രദേശമായിട്ടുള്ള മച്ചലിപട്ടണത്തിനും കാക്നാഡിനും ഇടയിലാണ് നിലവിൽ ചുഴലിക്കാറ്റ് എത്തിയിട്ടുള്ളത്. ഏകദേശം 90 മുതൽ 100 കിലോമീറ്റർ വരെ തീവ്രതയേറിയ അല്ലെങ്കിൽ കിലോമീറ്ററിൽ 90 മുതൽ 100 കിലോമീറ്റർ വരെ വ്യാപ്തിയേറിയിട്ടുള്ള ചുഴലിക്കാറ്റാണ് ഇപ്പോൾ ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുന്നത്. ആ ചുഴലിക്കാറ്റിൻ്റെ മധ്യഭാഗം തീരപ്രദേശത്തെ തൊടുന്നതോടുകൂടി ഏകദേശം 110 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുമെന്നുള്ള അതീവ ഗുരുതരമായിട്ടുള്ള സ്ഥിതിയിലാണ് നിലവിൽ ആന്ധ്രാപ്രദേശ് ഉള്ളത്. ഏകദേശം 3-4 മണിക്കൂറോളം കാറ്റ് ആന്ധ്രാ തീരത്ത് തന്നെ തുടരും. അതിനുശേഷം തീവ്രത കുറഞ്ഞ ന്യൂനമർദ്ദമായി ഒഡീഷ തീരത്തേക്ക് കടക്കുമെന്നാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഏകദേശം ആന്ധ്രാപ്രദേശിൽ അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഏകദേശം 25,000-ഓളം ആളുകളെ ഇപ്പോൾ തന്നെ ക്യാമ്പുകൾക്കകത്തേക്ക് മാറ്റിക്കഴിഞ്ഞു. ഏകദേശം 3,000 ക്യാമ്പുകളാണ് നിലവിൽ ആന്ധ്രാപ്രദേശിൽ പ്രവർത്തിച്ചു വരുന്നത്. 20ഓളം വരുന്ന ദുരന്ത നിവാരണ സേനയുടെ യൂണിറ്റുകളാണ് ആന്ധ്രാപ്രദേശിലെ ദുരന്ത നിവാരണ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 7 ജില്ലകളിൽ, തീരദേശത്ത് സ്ഥിതി ചെയ്യുന്ന 7 ജില്ലകളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 3,778 ഗ്രാമങ്ങളിലെ ആളുകളെയാണ് നിലവിൽ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. ആളുകൾ വീടുകളിൽ തന്നെ തുടരണമെന്നുള്ള നിർദ്ദേശം ദുരന്ത നിവാരണ സേന നൽകി കഴിഞ്ഞു. ഇനി അടുത്ത 6-7 മണിക്കൂർ അല്ലെങ്കിൽ 4-5 മണിക്കൂറുകൾ ചുഴലിക്കാറ്റ് ആന്ധ്രാ തീരത്ത് തന്നെ തുടരും എന്നുള്ള സ്ഥിതിയാണുള്ളത്. 110 കിലോമീറ്റർ വേഗതയിൽ ഏകദേശം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടിട്ടുള്ള ഏറ്റവും തീവ്രതയേറിയിട്ടുള്ള ഈ വർഷത്തെ ഏറ്റവും തീവ്രതയേറിയിട്ടുള്ള ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി രൂപം പ്രാപിച്ച് ആന്ധ്രാ തീരം തൊട്ടു എന്നുള്ള വാർത്തകളാണ് സിന്ധൂരി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശരി രേണുക, ഇപ്പോൾ മോൺത ചുഴലിക്കാറ്റിന്റെ ഭീഷണിയിലാണ് ആന്ധ്രാപ്രദേശ്. ഏതാണ്ട് 25,000 ആളുകളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 3,000 ക്യാമ്പുകൾ അവിടെ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. ഏതാണ്ട് ഇനി ഒരു 5-6 മണിക്കൂറോടുകൂടി ഇതിന്റെ ഒരു ആശങ്ക ആന്ധ്രാപ്രദേശിൽ ഉണ്ടാകുമെന്ന വിവരമാണ് ഏറ്റവും പുതുതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. രേണുകയാണ് വിശദാംശങ്ങൾ നൽകിയത്.